ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ മഹാകാളി ഹീലിങ്ങും സാധാരണ മറ്റുള്ള ഹീലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ ചിലർ പൈസയുടെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ സിംഗിൾ സിറ്റിങ്ങിനാണ് ചാർജ് മേടിക്കുന്നത്, സാധാരണ ഹീലിങ്ങിനൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ഹീലിംഗ് ചെയ്യണം, അപ്പോൾ അവർ ചെറിയ പൈസയിലേ വാങ്ങുന്നുള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ അതിനെനിക്ക് ഒന്നേ പറയാനുള്ളൂ, മഹാകാളി ഹീലിംഗ് സിംഗിൾ സിറ്റിംഗ് ആണ്. ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ ദേവി തന്നെ നേരിട്ട് വന്ന് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് ദേവി പറഞ്ഞേക്കുന്ന ഒരു എമൗണ്ടാണ് ഞാൻ മേടിക്കുക. ഒരുപാട് ഭയങ്കര ബിഗ് എമൗണ്ടൊന്നും ഞാൻ മേടിക്കാറില്ല, പക്ഷേ അതിലൊരു മൂല്യമുണ്ട്. ആ മൂല്യത്തിന് കണക്കാക്കിയിട്ടുള്ളൊരു എമൗണ്ട് ഞാൻ മേടിക്കുന്നു. അപ്പോൾ ചിലർ വിളിച്ചിട്ട് എന്നോട് തർക്കിക്കാറുണ്ട്, അത് സാറ് ചെറിയ പൈസക്ക് ചെയ്തുകൂടെ, സാറിന് ആൾക്കാരെ സഹായിച്ചുകൂടെ, പാവപ്പെട്ടവൻ അങ്ങനെ ചെയ്യുന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ എനിക്ക് പറയാനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കങ്ങനെ ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷേ അത് ദേവി അങ്ങനെ സമ്മതിക്കാത്തതുകൊണ്ടും പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആളുകളുടെ കർമ്മം മുഴുവൻ ഞാൻ എടുക്കേണ്ടി വരും. എത്ര പേരുടെ കർമ്മം എനിക്ക് എടുക്കാൻ പറ്റും? എനിക്കും ഒരു ജീവിതമുണ്ട്. ഞാൻ മരിക്കുന്ന എൻ്റെ സമയം വരെ ഇതുപോലെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു കുടുംബമുണ്ട്. എനിക്ക് ഭാര്യ കുട്ടികളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംരക്ഷണം എൻ്റെ തലയിലാണ്, എൻ്റെ ചുമലിലാണ്. അപ്പോൾ അതിന് വേണ്ടുന്നതായ ആ ഒരു കാര്യങ്ങൾ ഞാൻ നോക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഇത്ര റിസ്ക് എടുത്തിട്ട് ഞാനിങ്ങനെ മറ്റുള്ളവൻ്റെ കർമ്മം എടുക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? അതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരൊന്ന് ആലോചിക്കുക, നിങ്ങൾ ആ ചോദ്യം ശരിയാകുമോ ചോദിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഞാനൊരു സന്യാസിയൊന്നുമല്ല, ഞാൻ കുടുംബസ്ഥനായിട്ട് ജീവിക്കുന്ന ആളാണ്. സന്യാസിമാർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ, കാരണം സന്യാസിമാർക്ക് വേറെ ഒന്നും നോക്കാനില്ല, അവർ ആ ഒരു പാതയിൽ മാത്രം സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാനതല്ല, ലൗകികമായ ജീവിതത്തിൽ മുഴുകി ജീവിക്കുന്ന ആളാണ്. എല്ലാ രീതികളിലും നമ്മൾ സാധാരണക്കാരൻ്റെ ലൈഫാണ് എനിക്ക്. അല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്കിങ്ങനെ ചിട്ടകളോ നിയമങ്ങളോ തത്വങ്ങളോ ഒന്നും പാലിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എനിക്ക് ഇടപെടാൻ. മറ്റുള്ളവൻ്റെ കർമ്മം എടുത്ത് ഞാൻ തലയിൽ കയറ്റിയാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ദേവിയുടെ വാക്കുകൾ വിട്ടിട്ട് ഞാനൊന്നും വേറെ ഒന്നും ചെയ്യത്തില്ല. ആ ഒരു ഇതിൽ മാത്രമേ ഞാൻ സഞ്ചരിക്കൂ. അപ്പോൾ സാധാരണ ആളുകൾ ഹീലേഴ്സ് ഹീൽ ചെയ്യുമ്പോൾ അവർക്ക് ഒരു സെഷനിലൊന്നും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ഞാനൊരു ബേസിക് ഹീലറാണ്, റിക്കി മാസ്റ്ററാണ് ഞാൻ. അതിന് കുറേ ദിവസം വേണ്ടി വരും. ഒരു 7 ഡേയ്സ് അല്ലെങ്കിൽ 14 ഡേയ്സ് 21 ഡേയ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം സിംഗിൾ സിറ്റിങ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഭാഗികമായിട്ടൊക്കെ കിട്ടാവുന്ന സാധ്യതകളുണ്ട്, ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ ചിലവാക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് ചിലപ്പോൾ ഇതിനും കൂടുതലായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതെന്നൊരു ചോദ്യം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത്? അവിടെയാണ് ഞാൻ പറയണ പോയിന്റ്. അതായത് നിങ്ങൾക്ക് അത്രയധികം കർമാസ് ഉള്ളവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, റിയാലിറ്റിയാണ്. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ തരില്ല. കാരണം നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട്. ആ പാസ്റ്റ് ലൈഫ് കർമ്മ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത്. പിന്നെ പൈസ ദൈവം കൊടുക്കുന്നത്, ഇപ്പോൾ ലോട്ടറി അടുപ്പിക്കുന്നുണ്ട്, അപ്പോൾ അവൻ്റെ കർമ്മ തീർമ്പോഴാണ് ലോട്ടറി അടുപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും ബിസിനസ്, നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ ചില കടകൾ പൊട്ടിപ്പോവും. കടകൾ പൊട്ടിപ്പോയിട്ട് നഷ്ടം വന്ന് പൊട്ടിപ്പോവും. അത് കഴിഞ്ഞ് വേറൊരാൾ വന്ന് തുടങ്ങി അതേ ബിസിനസ്സായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ അയാൾ ചെയ്യുമ്പോൾ ആ ബിസിനസ് ഭയങ്കരമായിട്ട് വിജയിക്കും. അതെങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവൻ്റെ സമയം നല്ലതാണ്, അവന് കർമ്മങ്ങളുണ്ടാവില്ല, ദുരിതങ്ങൾ ഉണ്ടാവില്ല, അവൻ തുടങ്ങുമ്പോൾ അത് വിജയിക്കും. പക്ഷേ മറ്റയാളപ്പോൾ ആലോചിക്കുക, ഞാൻ ഇത് ചെയ്തിരുന്നെങ്കിൽ വിജയിച്ചാണല്ലോ, എന്താ ഞാൻ പരാജയപ്പെട്ടു പോയത്, അദ്ദേഹം വന്ന് തുടങ്ങിയപ്പോൾ എന്താ വിജയിച്ചെന്ന് ആ പഴയ ആൾ ആലോചിക്കും. നല്ല രീതിയിൽ കട നടക്കണം കാണുമ്പോൾ. കട മാത്രമല്ല, മറ്റുള്ള ബിസിനസ്സിലും എല്ലാത്തിനും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്, നിങ്ങൾക്ക് മോണിറ്റർ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതേപോലത്തെ ഒരു ബാഡ് കർമ്മ ഉള്ള ഒരാൾ വളരെ മോശമായിട്ടുള്ള കർമാസ് പാസ്റ്റ് ലൈഫ് ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ പൈസയുടെ ദൗർലഭ്യം ഉണ്ടാവണത്. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ കിട്ടുകയാണ് ചെയ്യാനുള്ള ഒരാൾ, ഇയാൾ ചെയ്തു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങളിൽ വരില്ല, ദൈവം നിങ്ങൾക്ക് തരില്ല. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ദേവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിന് വേണ്ടുന്നതായ ആ പൈസ നമ്മുടെ കയ്യിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ അതിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ ദേവി പ്രസാദിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള വഴി തെളിഞ്ഞ് വരും നിങ്ങളുടെ മുമ്പിൽ. ചിലപ്പോൾ ആ ആൾ ഹീലർ പറയും, എൻ്റെ ഇത്ര ചാർജ് എനിക്ക് തരണ്ട, എനിക്ക് പകുതി തന്നാൽ മതി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓഫർ തന്നിട്ട് ചിലപ്പോൾ അയാൾക്ക് തോന്നിപ്പിക്കും, അയാളുടെ മനസ്സിൽ തോന്നിപ്പിക്കും ദേവി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കയറാനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ളൊരു മാർഗ്ഗം അവിടെ നിങ്ങൾക്ക് തെളിഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ നല്ലോണം ആലോചിക്കുക. അപ്പോൾ ദയവ് ചെയ്ത് ഇതുപോലെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കരുത്. ദയവ് ചെയ്ത് എനിക്ക് ദേവി പറയുന്നത് എന്താണോ
അപ്പോൾ ദേവി പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ദേവി നിർത്താൻ പറഞ്ഞാൽ അപ്പം നിർത്തും പരിപാടി. കാരണം എനിക്കിത് ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ, എനിക്ക് മാനസികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് വരുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ചെയ്യണത്. ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊന്നും നോക്കാതെ ആണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ള പല പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ ഒരു സൈഡിലെ കോമ്പൗണ്ട് വാൾ മൊത്തം മറിഞ്ഞു വീണു. ഒരു പ്രത്യേകിച്ച് ഒരു കാരണമില്ല, അത് ചുമ്മാ മറിഞ്ഞു വീണു. ഒരു ഫ്ലോറിലെ ടൈല് മൊത്തം ഒരു കാരണമായിട്ട് പൊങ്ങി മുകളിലോട്ട് വരുന്നു. പിന്നെ കറണ്ടിൻ്റെ മീറ്റർ ഉണ്ടല്ലോ, അത് കത്തിപ്പോയി ഒരു പ്രാവശ്യം. ഇതേവരെ ഇത്രയും വർഷങ്ങളായിട്ട് സംഭവിക്കാത്ത കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. പിന്നെ വാട്ടർ ലൈനിൽ എവിടെയും ഒരു ലീക്ക് വന്നിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യം ആളെ കൊണ്ടുവന്ന് നോക്കിച്ചിട്ടും ഇതേവരെ എവിടെയാണ് ലീക്കുന്നത് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് വന്നില്ല. അപ്പോൾ ഇതേപോലത്തെ പല പല ബുദ്ധിമുട്ടുകളും എൻ്റെ വണ്ടിയുമ്പോൾ ഇതേപോലെ ആക്സിഡൻ്റ് ആവാത്ത വണ്ടിയാണ്. ഒരു വണ്ടിയുടെ സൈഡിൽ കൊണ്ടുവന്നൊരു ബൈക്കാരെ കൊണ്ട് നിർപ്പിച്ച് ഇപ്പോൾ അത് കേസായി. അപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇത് തുടങ്ങിയ ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഞാനിതെല്ലാം എനിക്കറിയാം, ഇത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഈ നെഗറ്റീവ് എനർജി വിട്ടു പോണ സമയത്ത് എനിക്കിട്ട് ചെറിയൊരു തട്ടും തരികയാണ് അവർ പോകുന്നത്. അതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അവഗണിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എല്ലാം ദേവിയുടെ നിശ്ചയമാണ്, എനിക്കുള്ള ദൗത്യമാണ് ദേവി തന്നേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ആ ഒരു ധൈര്യത്തിലാണ് ഞാനൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതേപോലുള്ള ചോദ്യങ്ങളുമായിട്ട് ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് വരാതിരിക്കുക. നിങ്ങൾക്ക് നല്ലോണം ആലോചിച്ചിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ വെറുതെ വിടുക. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. നന്ദി, നമസ്കാരം.